അങ്ങനെ കുറച്ച് നാളായിട്ട് മീനൊന്നും വാങ്ങാതെ നമുക്ക് നോക്കി ഇരുന്ന് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കരിമീനാണ്, അത് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാവേ. അതിനായിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒക്കെ എടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി നമ്മുടെ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതുപോലൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കാതെ കുറച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് നമ്മുടെ മീൻ പൊരിച്ചെടുത്ത സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് സവാളയുള്ളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് ആ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ ഒരു മീനും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മീനിൻ്റെ മുകളിലേക്ക് ഗ്രേവിയൊക്കെ ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവിയിലെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവിയിലെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മളൊരു വാട്ടിയ വാഴയിലേക്ക് ഇതുപോലെ മീനൊക്കെ വെച്ച് കൊടുക്കുക. ഒരു വലിയ മീനാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം വെച്ചാൽ മതി. ചെറുതായതുകൊണ്ട് ഞാൻ 3 മീനാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് നമ്മൾ പൊതിച്ചോറൊക്കെ കിട്ടുന്നത് പോലെ പൊതിയൊന്ന് സെറ്റാക്കി പൊതിഞ്ഞ് അതിൻ്റെ മണ്ടയിൽ കൈയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കിഴിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് പൊള്ളിക്കാനായിട്ട് വെക്കാൻ പോവാട്ടോ. എന്നിട്ട് നമ്മുടെ 2 കിഴി അതിനകത്തേക്ക് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വീതം 2 സൈഡും ഒന്ന് പൊള്ളിച്ചെടുക്കുക. ഇതും മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കിഴി പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചതൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അടിപൊളിയായിരുന്നു. വാഴയിലക്കകത്ത് ഇങ്ങനെ ആ ഗ്രേവിയൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒന്നും പറയാനില്ല. നല്ല എണ്ണയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.